അപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന് എത്ര തരം ബ്രേക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്നറിയോ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് 3 തരം ബ്രേക്കാണുള്ളത്. ഒന്ന് ഹാൻഡ് ബ്രേക്ക്, ഒന്ന് പെഡൽ ബ്രേക്ക്, മൂന്നാമത്തേതായിട്ട് നമ്മുടെ ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് കഴിഞ്ഞു, പെഡൽ ബ്രേക്ക് കഴിഞ്ഞു. മൂന്നാമത്തെ നമുക്ക് എന്താണ് വരുന്നത് അറിയാം, നമ്മളുടെ വണ്ടിയുടെ എൻജിൻ ബ്രേക്ക്. എൻജിൻ ബ്രേക്ക് എല്ലാവർക്കും അറിയാം. ഈ എൻജിൻ ബ്രേക്ക് ഉപയോഗിച്ചാണ് നമ്മൾ കയറ്റം കയറുന്നതും കയറ്റം ഇറങ്ങുന്നതും ഒക്കെ. അതായത് ചെറിയ ഗിയറിൽ ഒരു തേർഡ് ഗിയർ വരെയാണ് നമ്മളുടെ എൻജിൻ ബ്രേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് എൻജിൻ ബ്രേക്കും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടു. ഇറങ്ങുന്ന സമയത്ത് നമ്മളിതാ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെക്കൻഡ് ഗിയറിലാണ് ഇറങ്ങുന്നത്. ഇതാണ് നമ്മളുടെ എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്നത്. എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്ന സമയത്ത് ആ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്ക് ഒരു തേർഡ് ഗിയർ വരെ നമ്മൾ എൻജിൻ ബ്രേക്കിലാണ് നമ്മുടെ വാഹനം പോവുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഈ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു തേർഡ് ഗിയർ വരെ എൻജിൻ ബ്രേക്കാണ്. ഇനി 4th 5th എന്നുള്ള ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അതെന്താ എൻജിൻ ബ്രേക്ക് അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്കിൽ നമ്മുടെ ആക്സിലേറ്ററിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ എൻജിൻ നമ്മൾ യാതൊരു സപ്പോർട്ടും കുറവായിരിക്കും, ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇറക്കുമ്പോൾ എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഏറ്റവും ടോപ്പിലായിട്ട്, കാരണം നല്ല കുത്തനുള്ള കയറ്റമാണ്, ഹാൻഡ് ബ്രേക്ക് നമ്മൾ ടോപ്പിലായിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് ആണോ ലൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള കയറ്റമാണ് കയറി പോകുന്നത്. ഈ കയറ്റം കയറി പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ്, എൻജിൻ ബ്രേക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്, കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എമർജൻസി വന്ന് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് കയറ്റത്തിന് നമ്മൾ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അച്ഛനെ പതുക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുന്നു, നമ്മൾ ആക്സിലേറ്ററിലേക്ക് കൊടുക്കുന്നു, വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യിക്കുന്നു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്ന സംഭവം. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് മനസ്സിലായല്ലോ. ഹാൻഡ് ബ്രേക്ക്, പെഡൽ ബ്രേക്ക്, എൻജിൻ ബ്രേക്ക്, 3 ബ്രേക്കാണ് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ബ്രേക്കുകൾ ഉപയോഗിക്കുന്ന രീതികളാണ്, 3 ബ്രേക്കും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ള രീതിയാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇറങ്ങുമ്പോഴായാലും ശരി, കയറ്റം ഇറങ്ങുമ്പോഴായാലും ശരി, ചെറിയ ഗിയറിൽ സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെയുള്ള 3 ഗിയർ ശ്രദ്ധിച്ച് ഇറങ്ങുക. എൻജിൻ ബ്രേക്കിലാണ് നമ്മൾ വണ്ടി ഇറങ്ങുന്നത്. അതുപോലെ എൻജിൻ ബ്രേക്കിൽ തന്നെയാണ് നമ്മൾ വണ്ടിയുടെ കയറ്റം കയറുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.